ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അലോകിനെ റിമാൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ അലോകിനെ അന്വേഷിച്ചിട്ടും അനന്തനും അച്യുതനും ഒരു വക്കീലും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അലോക് ഒരു ചുമരുമ ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അച്യുതൻ ഓടി വന്നിട്ട്, അയ്യോ മോനെ, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ അവരെന്തെങ്കിലും കാണിച്ചോ, പോലീസുകാരെന്തെങ്കിലും കാണിച്ചോ എന്നൊക്കെ അലോകിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അലോക് ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്യുതൻ അനന്തനോട് പറയും, കണ്ടോ ചേട്ടാ, ഇവൻ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടോ? അതിൻ്റെ അർത്ഥം ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ്. ആ പോലീസുകാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് പോലീസുകാരൻ ഇവരുടെ വർത്തമാനം ബഹളമൊക്കെ കേട്ടിട്ട് SI അങ്ങോട്ട് വരികയാണ്. അപ്പോൾ SI ചോദിക്കുന്നു, എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന്. അപ്പോൾ അച്യുതൻ വളരെ ചൂടായിട്ട് ചോദിക്കും, സാർ എന്തിനാണ് എൻ്റെ മോനെ ഉപദ്രവിച്ചത്? ഇതിനൊക്കെ നിങ്ങൾ എന്തും തോന്നിയത് എന്തും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ നിൽക്കുന്നത്? ഒരു പെണ്ണ് വന്നിട്ട് എന്തോ ഒരു കള്ള കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണോ വേണ്ടത് എന്ന്. അപ്പോൾ വക്കീലും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇയാളെ ഉപദ്രവിച്ചത്? ഇത് മനുഷ്യത്വത്തിനെതിരാണ്. അതായത് നിങ്ങൾക്കെതിരെ ഇവനെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്കെതിരെ എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ് വക്കീൽ. അപ്പോൾ പോലീസുകാരൻ പറയും, അതിന് ഇവൻ മനുഷ്യനാണോ? ഇവൻ മൃഗമല്ലേ? ഒരു പെൺകുട്ടിയുടെ വിവാഹത്തലേന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി അവളുടെ കുടുംബവും അവളുടെ ജീവിതവും നശിപ്പിച്ച ഇവനെയൊക്കെ ഒരു മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അച്യുതൻ പറയും, സാർ ഞങ്ങൾ ഇവനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഇതാ വക്കീൽ അതിന് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ SI പറയും, അതൊന്നും പറ്റില്ല, ഇവൻ്റെ അലോകിൻ്റെ പേരിൽ FIR രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ഇപ്പോൾ മജിസ്ട്രേറ്റിന് അവിടേക്ക് അവനെ ഹാജരാക്കാൻ കൊണ്ടുപോകണം, അവിടെ നിന്ന് മാത്രമേ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അനന്തൻ പറയും, സാറേ, നമ്മൾ തമ്മിലൊരു പരിചയത്തിൻ്റെ പേരിലെങ്കിലും ഇവനൊന്ന് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുകയാണ് അനന്തൻ. അപ്പോൾ SI പറയും, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇനി ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അവിടേക്ക് ചെല്ലുക, അവിടെ ചെന്നിട്ട് ജാമ്യം എടുക്കാൻ പറ്റുമെങ്കിൽ ജാമ്യം എടുക്കുക, ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് SI പറയുകയാണ്. അങ്ങനെ SI മജിസ്ട്രേറ്റിൻ്റെ അവിടേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ വക്കീൽ ആണ് അങ്ങോട്ട് പോണത്. അങ്ങനെ വക്കീൽ പോയി കഴിഞ്ഞാൽ വക്കീൽ സാറ് ഈ മജിസ്ട്രേറ്റ് നോക്കിയിട്ടൊക്കെ പറയും, ഇവനാണല്ലേ അലോക്, അപ്പോൾ അങ്ങനെ ഏതൊക്കെ സെക്ഷൻസാണ് അവൻ്റെ മേലിൽ ചാർജ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പോലീസുകാരൻ ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ മജിസ്ട്രേറ്റ് അതൊക്കെ നോക്കിയിട്ട് വായിച്ചിട്ട് പറയും, ഇവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വക്കീൽ പറയും, സാർ, എൻ്റെ കക്ഷി ഒരു നിരപരാധിയാണ്, ഇതൊക്കെ കള്ളച്ചമച്ച കേസുകളാണെന്ന്. അപ്പോൾ അലോകും പറയും, സാറേ, ഇതൊക്കെ എൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയതാണ്, ഈ കേസ് കള്ളക്കേസാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് പറയും, അതൊക്കെ നിൻ്റെ കേസ് ഡയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായേ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പെൺകുട്ടീനെ തട്ടിക്കൊടുന്നതും അതിനെ കെട്ടിയിട്ടതൊന്നും ഇതാക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അപ്പോൾ വക്കീലെന്ന് പറയും, സാർ, എന്നാൽ ജാമ്യമോ ഇടക്കാല ജാമ്യമോ എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മജിസ്ട്രേറ്റ് പറയും, അതൊന്നും പറ്റില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 14 ദിവസത്തെ റിമാൻഡിൽ പോട്ടെ എന്ന് പറഞ്ഞ് അലോകിനെ റിമാൻഡിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ദേവമംഗലത്ത് അനുശ്രീ വളരെ വിഷമിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവളെ മുന്നിൽ നിന്നാണ് അലോകിനെ പിടിച്ചുകൊണ്ടത്. ഇനി അലോക് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ഇവളെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇവളെ വീട്ടുകാരെ ചെയ്യുമോ, പിന്നെ ആര്യനോടാണല്ലോ എല്ലാവർക്കും ദേഷ്യം കൂടുതൽ, അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് ഭയന്നിട്ടാണ് അവളിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗോമതി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ, എന്താ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്, നീ കഴിക്കാൻ വായോ എന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് വിശപ്പില്ല അമ്മേ, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഗോമതി പറയും, എന്തിനാ മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതല്ല അമ്മ, എനിക്ക് പേടിയാണ്, ആലോകുന്ന് വല്ലവരെയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. അപ്പോഴാണ് ആര്യൻ 2 ചോക്ലേറ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആര്യൻ പറയും, എന്താ നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതൊന്നുമില്ല മോനെ, അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല എന്ന്. അപ്പോൾ ആര്യൻ പറയും, നീ വായ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ അനു പറയും, ആര്യേട്ടാ, എനിക്ക് പേടിയാണ്, വേറൊന്നുമല്ല, അവൻ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന്. അപ്പോൾ ആര്യം പറയും, നീ എന്തിനാ പേടിക്കണേ? അവൻ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കേ വേണ്ട, അവന് ഞാൻ എത്ര തവണ അടി കൊടുത്തിട്ട് നിനക്ക് അറിയുന്നതല്ലേ എന്ന്. നീയും അവന് കുറേ അടി കൊടുത്തതല്ലേ, നിനക്ക് എന്നിട്ട് ധൈര്യമൊക്കെ പോയോന്ന്. അതുകൊണ്ടല്ല ആര്യേട്ടാ, ആര്യേട്ടൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നാശവും, അതുകൊണ്ടാണ്. എത്ര പറഞ്ഞിട്ട് അവൾ ഓക്കെ ആവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ബാലൻ്റെ ഫോണ് ഗോമതിയുടെ ഫോണിലോട്ട് വരുന്നത്. ഗോമതി സംസാരിച്ചിട്ട് പറയും, ഞാൻ ബാലേട്ടനെ വിളിക്കാൻ നിൽക്കിയിരുന്നു, അനു ഭയങ്കര വിഷമത്തിലാണ്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ ആലോചിച്ചിട്ട്. അപ്പോൾ ബാലേട്ടൻ തന്നെ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. ബാലൻ ഫോൺ എന്നാൽ അവളുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് സംസാരിക്കുകയാണ് അനു. അപ്പോൾ ബാലൻ പറയും, മോളെ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നീ പേടിക്കേണ്ട, നമ്മുടെ വക്കീൽ വിളിച്ചിരുന്നു. അപ്പോൾ അലോകിനെ
14 ദിവസത്തെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അവനെ ജയിലിലോട്ട് കൊണ്ടുപോയിന്ന്. ഇപ്പം നിനക്ക് സമാധാനമില്ല. അവന് പെട്ടെന്നൊന്നും നമ്മളെ അടുത്തേക്ക് അവന് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ല. അവന് പെട്ടെന്നൊന്നും നമ്മളെ ഒന്നും ചെയ്യാനും പറ്റില്ല. നീ അത് വെച്ചിട്ട് പേടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഗോമതി പറയും, ഒരാശ്വാസമായി, സമാധാനമായി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ രാജശ്രീ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. എന്താവും, ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടില്ല എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, അവളിങ്ങോട്ട് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളത്താലിയും കെട്ടി ഇങ്ങോട്ട് വന്നു, എന്നിട്ട് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ സംഗതി ആലോക നമ്മുടെ കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ അവന് കുറച്ച് കൊള്ളരുതായ്മകൾ ചെയ്തില്ല, അതും കൂടി നീ ഓർക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ രാജശ്രീ പറയും, അതൊന്നും എനിക്ക് ഓർമ്മ വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, നോക്കി സുകന്യയും നന്ദിനിയും കൂടി അമ്പലത്തിൽ പോയിക്കുകയാണ്, അവർ പൂജ ചെയ്യിക്കാനാണ് പോയിട്ടുള്ളത്, നമുക്കും അതേപോലെ പ്രാർത്ഥിച്ചിരിക്കാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അച്യുതൻ വരുന്നത്. അപ്പോൾ അച്യുതൻ വന്ന പാടെ കയറി കസേരയിൽ ഇരിക്കും. അപ്പം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നും. അപ്പോൾ എന്താ അച്യുതേട്ടാ എന്ന് രാജശ്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു, ജഡ്ജി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു, അവനിനി കുറച്ച് ദിവസം ജയിലിലാണ് എന്ന് പറയും. അത് കേട്ടതോടെ രാജശ്രീയുടെ കൺട്രോൾ സകലമാനതും പോകും. രാജശ്രീ പറയും, ഞാൻ ആ ദേവമംഗലം ചുട്ടുകരിക്കും, അവളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ വാളും കുറിയെടുത്ത് ഇറങ്ങാൻ നിൽക്കും. അപ്പോൾ അച്യുതൻ വന്ന് പിടിച്ചിട്ട് പറയും, നീ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മോൻ്റെ ജാമ്യത്തിനെ എഫക്റ്റ് ചെയ്യും, കാരണം അവന് പിന്നെ ജാമ്യം കിട്ടില്ല, അതുകൊണ്ട് നീ ഒന്നും ചെയ്യരുത് രാജശ്രീ എന്ന് പറഞ്ഞ് രാജശ്രീനെ ഒതുക്കണം. എന്നിട്ട് പറയും, നീ കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, അനന്തേട്ടൻ രാമവാര്യരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അദ്ദേഹം എങ്ങനെയെങ്കിലും നമ്മുടെ മോന് ജാമ്യം വാങ്ങിച്ചു തരും, നീ പേടിക്കേണ്ട, നീ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ രാജശ്രീ പറയും, ഞാനിതെങ്ങനെ സഹിക്കും അച്യുതേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മോനെ കാണാൻ തോന്നുന്നു, ഒന്ന് കൊണ്ടുപോയി എൻ്റെ മോനെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയാം, അതൊന്നും പറ്റില്ല രാജശ്രീ, അതൊന്നും നമുക്ക് പറ്റില്ല, പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും, നീ തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ രാജശ്രീ അവിടെ കുറേ നിന്ന് കരയും. എന്നിട്ട് പറയും, അത് അച്യുതേട്ട ഒരു കാര്യം ചെയ്യണം, നമ്മുടെ മിത്രേനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം, അങ്ങനെ ബാലൻ്റെ കുടുംബത്തിന് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അച്യുതൻ പറയും, അനന്തേട്ടൻ അതിന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അതെന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ആര്യം വന്നിട്ട് അനുവിനോട് പറയണ, അനു നമുക്കൊരു സ്ഥലം വരെ പോകണം, അത്യാവശ്യമാണ്, നീ വായോ എന്ന്. അനുവിനെ കേട്ടപ്പോൾ തന്നെ പേടിയും. അനു പറയും, ഞാൻ എങ്ങോട്ടെ ആര്യട്ട കാര്യം പറയും, അതൊക്കെ പിന്നെ പറയാം, നീ എൻ്റെ വണ്ടിയമ്മ കയറുമെന്ന് പറഞ്ഞാൽ ആര്യം വേഗം വണ്ടിയമ്മ പിടിച്ച് കയറ്റിയാണ്. അങ്ങനെ വണ്ടിയമ്മ കയറിയിട്ട് അവരിങ്ങനെ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കാണ് പോണത് വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ അനുവിന് ഭയങ്കര ടെൻഷൻ, കാരണം ഓൾറെഡി ആലോകിൻ്റെ ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അനു എന്തായിട്ട കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ ഒരു കാര്യം മിണ്ടുന്നില്ല. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ആര്യൻ ആകാശിനെയും ആനന്ദിനെയും അതുപോലെ മിത്രയെയും മീനുവിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വന്നിട്ട് ഈ ബീച്ചിൻ്റെ അവിടെ വണ്ടി ഇറങ്ങുമ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമാവും, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലയെന്ന് മനസ്സിലാവും. പിന്നെ അവരെല്ലാവരും കൂടി അനുവിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നു, ബീച്ചിൽ പോകുന്നു, അനുവിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും അവളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അവളെ ബ്രദേഴ്സും അവളെ ചേട്ടത്തിമാരും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അവളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക.